അട്ടപ്പാടിയിലെ ചിണ്ടക്കി സ്വദേശിയായ മധു 2018 ഫെബ്രുവരി 22-ന് കൊല്ലപ്പെടുമ്പോൾ 27 വയസ്സ്. മുക്കാലിയിലെ കടയിൽ നിന്ന് അരിയും മറ്റു പലവ്യഞ്ജനങ്ങളും മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് ആൾക്കൂട്ടം മധുവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. സംഭവ ദിവസം കാട്ടിൽ മരത്തടികൾ ശേഖരിക്കാൻ പോയ ഒരാൾ ഗുഹയ്ക്കുള്ളിൽ മധുവിനെ കണ്ടതോടെ മുക്കാലിൽ നിന്ന് ആളുകളെ വിളിച്ചുവരുത്തി. ഈ ആൾക്കൂട്ടം മധുവിനെ ചോദ്യം ചെയ്യുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്ന് കേസിന്റെ രേഖകളിൽ പറയുന്നു. സംഭവം നടന്ന് 4 വർഷം കഴിഞ്ഞാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. 2023 ഏപ്രിൽ 4-ന് മധു വധക്കേസിൽ 14 പ്രതികളെ മണ്ണാർക്കാട് SC/ST കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. 2 പ്രതികളെ വെറുതെ വിട്ടു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, പരിക്കേൽപ്പിക്കൽ, SC/ST നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എന്നിവയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് മധുവിന്റെ സഹോദരി സരസു. എല്ലാ വാർത്ത വാർത്തയോ റാസിറ്റിക്കാർ എമാക്ക് ഇതില്ലാതെ നമ്മൾ തന്നെ ആദിവാസി തന്നെ സമരം ചെയ്താതെ ഇതിനെ പോയിക്കൊണ്ട് പിന്നെ ഇവരുകളായിക്കൊണ്ടിരിക്കാതെ ഒരു ചൊട്ടനെല്ലാം കാഞ്ചി കുടിക്കാൻ വിട്ടാൽ മറ്റേ. കേരളം തലകുനിച്ച് കണ്ണീരണിഞ്ഞ ദിവസം. ഉത്തരേന്ത്യൻ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വാർത്തയായി കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത് കേരളത്തിലും സംഭവിക്കുമെന്ന്. മനസാക്ഷിയില്ലാത്ത ആളുകൾ ഇവിടെയുമുണ്ട് എന്ന് അടയാളപ്പെടുത്തിയാണ് മധു യാത്രയായത്.